ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഫിസിക്സിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. വൈദ്യുതിയുടെ കാന്തിക ഫലങ്ങൾ അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ വൈദ്യുതിയുടെ രണ്ട് ഫലങ്ങൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലൊന്ന് പ്രകാശഫലം, രണ്ടാമത്തത് താപഫലം. ഈ രണ്ട് ഫലങ്ങളും നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ്. ഇനി നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് വേറെ ഒരു ഫലമാണ്, അതായത് വൈദ്യുതിയുടെ കാന്തിക ഫലം. ഇത് പറയാൻ പോകുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, വൈദ്യുതി ഉപയോഗിച്ച് നമ്മൾ കാന്തിക ഫലങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്, അല്ലെങ്കിൽ വൈദ്യുതി ഉപയോഗിച്ച് നമുക്ക് കാന്തങ്ങൾ ഉണ്ടാക്കാൻ പറ്റും, കാന്തിക ഫലങ്ങളെ ഉണ്ടാക്കാൻ പറ്റും. ആ ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഈസ്റ്റഡ് എക്സ്പെരിമെൻറ്റ്, ഈസ്റ്റഡിൻ്റെ ഒരു പരീക്ഷണത്തെക്കുറിച്ചാണ് ആദ്യം നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈസ്റ്റഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റാണ് ഒരു വൈദ്യുതിയും കാന്തികതയും തമ്മിലുള്ള ഒരു ബന്ധം ക്ലിയർ ആക്കി തന്നത്. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് സംഭവിച്ചത് എന്നുള്ളത് നമുക്ക് ഒരു പരീക്ഷണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ ഒരു പരീക്ഷണമുണ്ട്, അത് തന്നെ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഒരു കാന്തിക സൂചിയുണ്ട്. കാന്തിക സൂചിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കാന്തത്തിൻ്റെ അടുത്തെത്തുമ്പോൾ അതിന് ചെറിയൊരു ഡിഫ്ലക്ഷൻ സംഭവിക്കും, അല്ലെങ്കിൽ ഇതിന് ചെറിയൊരു അനക്കം സംഭവിക്കും. ഈ ഒരു കാന്തിക സൂചി കാന്തത്തിൻ്റെ അടുത്താണുള്ളത്. അതെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചെറിയൊരു ഡിഫ്ലക്ഷൻ സംഭവിക്കും, ഈ നോർത്ത് സൗത്തിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യും, ഇതിനെ ആകർഷിക്കും. അപ്പോൾ ഈ ഒരു നീഡിൽ അങ്ങോട്ട് നീങ്ങും. ഇത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. ഓക്കെ, ഈ ഒരു കാന്തിക സൂചി ഈ ഒരു കാന്തത്തിനായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും. അപ്പോൾ ഈസ്റ്റഡിന് ഇത് പരിചയമുള്ള കാര്യമാണ്. ഈസ്റ്റഡ് ഒരു എക്സ്പെരിമെൻറ്റ് വേറെ ചെയ്യുന്ന സമയത്ത് ഈസ്റ്റഡ് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഒരു സർക്യൂട്ട് എടുത്ത് ആ സർക്യൂട്ടിലേക്ക് ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്ത സർക്യൂട്ട് എടുത്ത് ദെൻ ഇവിടെ ഒരു സ്വിച്ച് വെച്ച് കൊടുത്ത് ഈ ഒരു സർക്യൂട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു കാന്തിക സൂചിയും വെച്ചിട്ടുണ്ട്. ആ കാന്തിക സൂചിയിൽ നോർത്തും സൗത്തും ഒക്കെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സ്വിച്ച് ഓൺ ആക്കുന്ന സമയത്ത് ഇതിൽ കൂടി കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡയറക്ഷൻ പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് കറണ്ട് പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സ്വിച്ച് ഓൺ ആക്കിയ സമയത്ത് അങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു കാന്തിക സൂചിക്ക് ചെറിയ ഒരു അനക്കം വന്നു. അതായത് ഇതിപ്പോൾ നേരെ നിൽക്കുന്ന ഒരു കാന്തിക സൂചിയാണെങ്കിൽ, ഇത് നേരെ നിൽക്കുന്ന ഒരു കാന്തിക സൂചിയാണ്, ഈ നീല കളറാണ് നോർത്ത് എങ്കിൽ, കാന്തിക സൂചിയുടെ നോർത്ത് എങ്കിൽ, ഈ ഒരു നീല ഭാഗം ഉള്ളോട്ട് പോയി. ഈ സ്വിച്ച് ഓൺ ആക്കിയ സമയത്ത് നീല ഭാഗം ഉള്ളോട്ട് പോയി. സ്വിച്ച് ഓഫ് ആക്കിയ സമയത്ത് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്നു. അപ്പോൾ ഈ ഒരു നോർത്ത് ബോർഡിൻ്റെ ഉള്ളോട്ട് നീങ്ങിയെന്നർത്ഥം. ഓക്കെ, ഇതാണ് സംഭവിച്ചത് സ്വിച്ച് ഓൺ ആക്കിയ സമയത്ത്. ഇതാണ് ഈസ്റ്റഡ് പരീക്ഷണം ചെയ്തപ്പോൾ കണ്ടത്. പക്ഷേ ഇതിനു മുമ്പ് ഇദ്ദേഹത്തിന് പരിചയമുള്ളത് ഈ കാന്തിക സൂചി ഈ അനങ്ങാനുള്ള കാരണം കാന്തത്തിൻ്റെ അടുത്ത് വെച്ചപ്പോഴാണ്. ഓക്കെ, കാന്തത്തിൻ്റെ അടുത്ത് വെച്ചപ്പോൾ അനങ്ങുന്നൊരു സാധനം സർക്യൂട്ടിൻ്റെ അടുത്ത് വെച്ചപ്പോഴും അനങ്ങുന്ന സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായത്, കാന്തത്തിന് ചുറ്റും എന്താണോ ഉള്ളത് അത് തന്നെ ഈ ഒരു സർക്യൂട്ടിന് ചുറ്റും ഉണ്ട്. കാന്തത്തിന് ചുറ്റും ഉണ്ടാകുന്നത് കാന്തിക മണ്ഡലമാണെന്ന് നമുക്കറിയാം. ഓക്കെ, നോർത്തിൽ നിന്നും സൗത്തിലേക്ക് കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഇതിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അതേപോലത്തെ കാന്തിക മണ്ഡലം നമുക്കിപ്പോൾ ഈ ഒരു സർക്യൂട്ടിന് ചുറ്റും ഉണ്ട് എന്നുള്ളത് ഈസ്റ്റഡ് കണ്ടെത്താനുള്ള കാരണം ഈ ഒരു കാന്തിക സൂചിയിലുണ്ടായ അനക്കം അല്ലെങ്കിൽ ഡിഫ്ലക്ഷനാണ്. ഓക്കെ ആണല്ലോ. ഈ ഒരു ഡിഫ്ലക്ഷൻ്റെ പ്രത്യേകതകൾ അദ്ദേഹം കണ്ടെത്തിയിട്ടുണ്ട്. അതിനെ നമ്മൾ ഒരു ഫ്ലെമിങ്സ് നീന്തൽ നിയമം അല്ലെങ്കിൽ സ്വിമ്മിങ് റൂൾ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ഈ ഒരു നോർത്ത് എങ്ങോട്ടാണ് അനങ്ങുക എന്ന് അറിയാനും വേണ്ടിയിട്ടുള്ളൊരു നിയമമാണ്. ഒന്നെങ്കിൽ നോർത്ത് എന്ത് ചെയ്യും, ഉള്ളിലോട്ട് അനങ്ങും, ഉള്ളിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പുറത്തോട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. ഇത് എങ്ങോട്ടാണ് എന്നുള്ളത് അറിയാനും വേണ്ടിയിട്ട് നമുക്കൊരു നീന്തൽ നിയമമുണ്ട്, സ്വിമ്മിങ് റൂൾ എന്ന് പറയുന്നതുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾ നീന്തുന്നുണ്ടെന്ന് സങ്കല്പിക്കുക. ആ ഒരു കാന്തിക സൂചിയെ നോക്കിക്കൊണ്ട് ഒരാൾ നീന്തുന്നുണ്ട് സങ്കല്പിക്കാം. നീന്തുന്നത് കറണ്ടിൻ്റെ ദിശയിലേക്കായിരിക്കണം. അയാൾ നീന്തുന്നത് കറണ്ട് ദിശയിലേക്കാണ്. ഈ ഒരു കാന്തിക സൂചിയെ നോക്കിക്കൊണ്ടാണ് നീന്തുന്നത്. അയാളുടെ ഫേസ്, അയാളുടെ മുഖം ഈ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടാണ് അയാൾ നീന്തുന്നത്. അയാളുടെ ഇടത്തെ കൈയിൻ്റെ ഭാഗത്തേക്കായിരിക്കും നോർത്ത് ഡിഫ്ലക്റ്റ് ചെയ്യുക. അതായത് ഒരാൾ നീന്തുന്ന സമയത്ത് മുമ്പോട്ടാണ് നീങ്ങുന്നത്, അയാളുടെ ഇടത്തെ കൈ എന്ന് പറയുന്നത് ഉള്ളിലാണ്. ഓക്കെ, ഈ ഭാഗത്താണ് ഇടത്തെ കൈ ഉണ്ടാവുക. അപ്പോൾ നോർത്ത് ആ ഭാഗത്തേക്കായിരിക്കും അനങ്ങുക.
ഈ ഒരു നിയമമാണ് നീന്തൽ നിയമം, സ്വിമ്മിംഗ് റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഈസ്റ്റേഡിൻ്റെ എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, കാന്തിക മണ്ഡലം കാരണം ഇവിടെ കാന്തിക സൂചിക്ക് ചെറിയ ഡിഫ്ലക്ഷൻ സംഭവിച്ചെങ്കിൽ, മാഗ്നറ്റിക് നീഡിലിന് ഡിഫ്ലക്ഷൻ സംഭവിച്ചെങ്കിൽ അതേപോലത്തെ കാന്തിക മണ്ഡലം ഈ ഒരു സർക്യൂട്ടിലും ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ ഇതിൽ നമുക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റും, ഒരു സർക്യൂട്ടിൽ കൂടി കറണ്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സർക്യൂട്ടിന് ചുറ്റും, ആ ഒരു വയറിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഈസ്റ്റേഡ് എക്സ്പെരിമെൻറ്റിൽ നിന്നും മനസ്സിലായി. ഇനി നമ്മളൊരു സ്റ്റെപ്പ് കൂടി മുമ്പോട്ട് വെക്കാൻ പോവാണ്. അടുത്ത ചോദ്യം വരുന്നത്, ഇങ്ങനെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ അത് എങ്ങനെയുള്ള, അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. അത് ഇതിനെ പോലെ തന്നെ ഒരു നമുക്കിവിടെ നോർത്തും സൗത്തും ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് അടുത്തത് നോക്കാനുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഒരു വയർ എടുക്കുന്നു, ആ വയറിൽ കൂടി കറണ്ട് കടത്തി വിടുന്നു, നമ്മൾ ബാറ്ററി എടുത്ത് കറണ്ട് കടത്തി വിടുന്നു. നമ്മൾ ഒരു പ്രത്യേക ഹാർഡ് ബോർഡ് എടുത്തിട്ട് ആ ഹാർഡ് ബോർഡിൻ്റെ ഉള്ളിൽ കൂടി എന്ത് ചെയ്യണം, ഈ ഒരു വയർ കടത്തി വിടണം. ഓക്കെ, ഇവിടെ ഒരു ഹോൾ ഇട്ടിട്ട് ഈ ഒരു വയർ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഹാർഡ് ബോർഡിൽ കൂടി കടത്തി വിട്ട്, എന്നിട്ട് ഈ ഒരു ഹാർഡ് ബോർഡിൽ നമ്മൾ കുറച്ച് എന്തെങ്കിലും മാഗ്നറ്റിക് മെറ്റീരിയൽസ്, മാഗ്നറ്റുമായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ചെറിയ തരികളോ, ഇരുമ്പിൻ്റെ തരികളോ, ഇരുമ്പ് പൊടിയോ, അതൊക്കെ എന്താ ചെയ്യുക, നമുക്ക് ഇവിടെ സ്പ്രെഡ് ചെയ്യാം. ഇവിടെ ഇടുന്ന സമയത്ത് അതൊക്കെ ഒരു പ്രത്യേക ഓർഡറിൽ നിൽക്കും, ഒരു സർക്കുലർ ഓർഡറിൽ നിൽക്കും. ഇങ്ങനെ ഓർഡറിൽ നിൽക്കാനുള്ള കാരണം എന്തായിരിക്കും? അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കറണ്ട് കടന്നു പോകുന്ന വയറിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം സർക്കുലാർ ഷേപ്പിലാണ്, വൃത്താകൃതിയിലായതുകൊണ്ടാണ് ഈ ഒരു കാന്തിക അല്ലെങ്കിൽ മാഗ്നറ്റിക് മെറ്റീരിയൽസ്, ഇരുമ്പ് പൊടികളൊക്കെ എന്ത് ചെയ്തത്, സർക്കുലാർ ഷേപ്പിൽ അല്ലെങ്കിൽ വൃത്താകൃതിയിൽ നിൽക്കുന്നത്. അപ്പോൾ പറയുന്ന കാര്യം, ആദ്യം നമ്മൾ ഈസ്റ്റേഡിൻ്റെ എക്സ്പെരിമെൻ്റ് ചെയ്ത് ആ സമയത്ത് നമുക്ക് മനസ്സിലായത്, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാലകത്തിൽ കൂടി കറണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനു ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും എന്നുള്ളത് മനസ്സിലായി. രണ്ടാമത്തെ ഈ ഒരു എക്സ്പെരിമെൻ്റ്, ഇത് ഈസ്റ്റേഡിൻ്റെ എക്സ്പെരിമെൻ്റ് അല്ല. ഓക്കെ, ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് മനസ്സിലായത് കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും. അതിൻ്റെ ഷേപ്പ് വൃത്താകൃതിയിലായിരിക്കും അല്ലെങ്കിൽ സർക്കുലർ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. ഇനി അടുത്തറിയേണ്ടത്, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ദിശ എങ്ങനെയായിരിക്കും? ഈ ഒരു സർക്കുലർ ഷേപ്പ് നമുക്ക് രണ്ട് രീതിയിൽ ദിശകളുണ്ടാവും. ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും, അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഒന്നെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലേക്ക് ക്ലോക്ക് വൈസ്, അല്ലെങ്കിൽ അത് നേരെ തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഇങ്ങനെ ഏത് ഡയറക്ഷനിലേക്കാണ് ഈ ഒരു കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു നിയമമുണ്ട്, അതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. നമുക്ക് അടുത്ത നിയമമാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. വലതു കൈ നിയമം എന്ന് പറയുന്നു. വലതു കൈ നിയമം നമുക്ക് പറഞ്ഞു തരുന്നത് കാന്തിക മണ്ഡലത്തിൻ്റെ ദിശയാണ്. ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടെങ്കിൽ, ഒരു ചാലകത്തിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ടെങ്കിൽ അതിനു ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടാകും. ആ കാന്തിക മണ്ഡലം ക്ലോക്ക് വൈസിലാണോ ആൻറ്റി ക്ലോക്ക് വൈസിലാണോ, അതായത് ഏത് ഡയറക്ഷനിലേക്കാണ്, ഏത് ദിശയിലേക്കാണ് എന്നുള്ളതാണ് വലതു കൈ നിയമം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ നോക്കാം. ഇപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ മുകളിലേക്ക് കറണ്ട് മുകളിലേക്കാണ് പോകുന്നത്. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ വലത് കൈ എടുക്കുന്നു. വലത് കൈ എടുത്തിട്ട് കറണ്ട് പോകുന്ന ഡയറക്ഷനിലേക്ക് നമ്മളുടെ തമ്പ് വെക്കുന്നു. ഈ ഒരു തമ്പ് നമ്മൾ വലത് കൈയിൻ്റെ തമ്പ് മാറിപ്പോകരുത്, ഇടത് കൈയല്ല, വലത് കൈയിൻ്റെ തമ്പ് നമ്മൾ മുകളിലേക്ക് വെക്കുന്ന സമയത്ത് നമ്മളുടെ കൈ എങ്ങനെയാണോ മടക്കാൻ പറ്റുന്നത്, എനിക്ക് കൈ മടക്കാൻ പറ്റുന്നത് ഈ ഒരു ഡയറക്ഷനിലേക്കാണ്. അപ്പോൾ ഈ ഒരു ഡയറക്ഷനിലേക്കാണ് എനിക്ക് കൈ മടക്കാൻ പറ്റുന്നത്. ആ ഡയറക്ഷനിലായിരിക്കും കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കുക.
ഓക്കെ, തമ്പ് മുകളിലേക്ക് വെക്കുന്നു, കൈ മടക്കാൻ പറ്റുന്ന ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് വീണ്ടും ഉള്ളിലേക്ക് പോകുന്ന ആ ഒരു ഡയറക്ഷനിലേക്കാണ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കുക. കൈ നമുക്ക് ബാക്കോട്ട് മടക്കാൻ പറ്റൂല, അതുകൊണ്ട് ബാക്കോട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവില്ല. മുമ്പിലേക്കൂടി വന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് പോകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഉപയോഗിച്ചാണ് നമ്മൾ കാന്തിക മണ്ഡലത്തിൻ്റെ ഡയറക്ഷൻ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഈസ്റ്റഡിൻ്റെ എക്സ്പെരിമെൻ്റ് പറഞ്ഞു, അതിൽ നിന്നാണ് കാന്തിക മണ്ഡലം ഉണ്ട് എന്ന് മനസ്സിലായത്. പിന്നെ നമ്മൾ ഹാർഡ് ബോർഡ് എടുത്ത് ചെയ്ത എക്സ്പെരിമെൻറ്റിൽ നിന്നാണ് അത് സർക്കുലർ ഷേപ്പിലാണ്, വൃത്താകൃതിയിലാണെന്ന് മനസ്സിലായത്. മൂന്നാമത് നമ്മൾ ഈ ഒരു സർക്കുലർ ഷേപ്പ് ഏത് ഡയറക്ഷനിലാണ്, ഒന്നെങ്കിൽ ക്ലോക്ക് വൈസ് ആയിരിക്കും അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കും. ഏത് ഡയറക്ഷൻ ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായത് വലതു കൈ നിയമം ഉപയോഗിച്ചാണ്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ലൂപ്പ് എടുക്കുന്നു. ഇപ്പോൾ എടുത്തത് ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറാണ്. ഈ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിനെ നമ്മൾ വൃത്താകൃതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു ലൂപ്പാണ് നമുക്ക് കിട്ടുന്നത്. ഒരു വൃത്താകൃതിയിലുള്ള ഒരു ചാലകമാണ് കിട്ടുന്നത്. ഈ ഒരു ചാലകത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടക്ടറിനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറാണെങ്കിൽ അതിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലം വൃത്താകൃതിയിൽ ഇങ്ങനെ ഉണ്ടായിരിക്കും, ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. ഒരുപാട് വൃത്തങ്ങളായിട്ട് അതിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ലൂപ്പിൻ്റെ ഉള്ളിലുണ്ടാകുന്ന കാന്തിക മണ്ഡലം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കറണ്ടുകൾ മാർക്ക് ചെയ്യുന്നു. മോൾ ഭാഗത്ത് വലത്തെ ഭാഗത്തോട്ടാണ് കറണ്ട് പോകുന്നത്. ബാറ്ററി ഇങ്ങനെയാണ് കൊടുത്തത്. ഇവിടെ മുകളിലേക്ക് കറണ്ട് പോകുന്നു, ഈ ഭാഗത്ത് താഴോട്ട് കറണ്ട് പോകുന്നു. ഈ ഒരു 3 സ്ഥലത്തും നമ്മൾ വലതു കൈ നിയമം ഉപയോഗിക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ആദ്യം മുകൾ ഭാഗത്ത് വലത് കൈ നിയമം ഉപയോഗിക്കുന്ന സമയത്ത് വലത് കൈൻ്റെ തമ്പ് നമ്മൾ വെക്കുന്ന സമയത്ത് ഇങ്ങോട്ടായിരിക്കും വെക്കേണ്ടത്. കറണ്ട് അങ്ങോട്ടായതുകൊണ്ട് വലത് കൈൻ്റെ തമ്പ് വെക്കുന്നത് അങ്ങോട്ടായിരിക്കും. ദെൻ എൻ്റെ വിരൽ മടക്കാൻ പറ്റുന്ന ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കുക, കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കുക. അപ്പോൾ എൻ്റെ വിരൽ മടക്കാൻ പറ്റുന്നത് ഈ ഒരു ഡയറക്ഷനിലേക്കാണ്. ഇങ്ങനെയാണ് എൻ്റെ വിരൽ മടക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് കാന്തിക മണ്ഡലം ഉണ്ടാകുന്നത് ഇവിടെ നിന്ന് വന്നിട്ട് ഇതിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് വന്നിട്ട് ഇതിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് മുകളിലുണ്ടാകുന്നത്. ദെൻ ഈ ഒരു ഭാഗത്ത് നോക്കാം. ഈ ഒരു ഭാഗത്ത് നേരത്തെ പോലെ തന്നെ കറണ്ട് മുകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ തമ്പ് മുകളിലേക്ക് വെക്കുന്നു. ദെൻ എൻ്റെ കൈ മടക്കാൻ പറ്റുന്നത് ഈ ഒരു ഡയറക്ഷനിലേക്കാണ്. അപ്പം പുറത്തു നിന്നും വന്നിട്ട് ഉള്ളിലേക്ക് പോകുന്നു. ഓക്കെ ആണല്ലോ. ദെൻ അടുത്തത് ഈ ഒരു പ്ലേസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതും പുറത്തു നിന്നും വന്നിട്ട് ഉള്ളിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ പിക്ചർ എന്ന് പറയുന്നത് പുറത്തു നിന്ന് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ എല്ലാ ഭാഗത്തു നിന്നും പുറത്തു നിന്ന് വന്നിട്ട് ഉള്ളിലോട്ട് പോകുന്ന ഒരു പിക്ചറായിരിക്കും നമുക്ക് കിട്ടുന്നത്. കാന്തിക മണ്ഡലം വരുന്നത് പുറത്തു നിന്നും വന്നിട്ട് ഉള്ളിലേക്ക് പോകുന്നു. ഈ ഒരു രീതിയിലായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെയായിരിക്കും കാന്തിക മണ്ഡലം നമുക്ക് ഈ ഒരു ലൂപ്പിൽ കാണാൻ പറ്റുക. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞ ഓരോ കാര്യങ്ങൾ ഈസ്റ്റഡിൻ്റെ എക്സ്പെരിമെൻ്റ്, ദെൻ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, അതിനു മുമ്പ് നമ്മൾ പറയുന്നത് ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഷേപ്പാണ് പറയുന്നത്. ഷേപ്പ് പറഞ്ഞതിന് ശേഷം ഡയറക്ഷൻ കാണാൻ വേണ്ടി റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്, അത് സ്ട്രെയിറ്റ് ലൈനിലും പറഞ്ഞിട്ടുണ്ട്, ദെൻ ലൂപ്പിലും പറഞ്ഞു കഴിഞ്ഞു. ഇനി ചെയ്യാൻ പോകുന്നത് ഒരുപാട് ലൂപ്പുകൾ കൂടി ചേർന്ന ഒരു അവസ്ഥയാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചുറ്റുകളുള്ള ഒരു വസ്തുവിൻ്റെ സ്പ്രിങ് പോലെ ഒരു ചാലകത്തിനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പേരാണ് സോളിനോയിഡ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ കറണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സെല്ലായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കറണ്ട് ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകുന്നു, ഈ ഒരു ഡയറക്ഷനിലേക്ക് കറണ്ട് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ഷേപ്പിൽ കണ്ടതുപോലെ തന്നെ കാന്തിക മണ്ഡലം നമ്മൾ ഈ ഒരു ഷേപ്പിലും കാണണം. ഈ ഒരു ഷേപ്പിൽ എങ്ങനെയായിരിക്കും കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കുക? ഈ ഒരു ഷേപ്പിൽ നമുക്ക് മനസ്സിലാകുന്നത് പുറത്തു കൂടി വന്ന കറണ്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക് കയറി പോവുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇവിടെ പുറത്തു നിന്നും വന്ന മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളിലേക്ക് കടന്നു പോകുന്നു. ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഒരു ലൂപ്പ് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഇതിൽ നിന്ന് പുറത്തു നിന്നും വന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? ഉള്ളിലേക്ക് കടന്നു പോകുന്നു. അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാവും. പുറത്തു നിന്ന് വരുന്നു, ഉള്ളിലേക്ക് കയറി പോകുന്നു. ഈ രീതിയിൽ ഒരുപാടെണ്ണം നമുക്കിങ്ങനെ വരയ്ക്കാൻ പറ്റും.
ഈ ഒരു രീതിയിലായിരിക്കും സോളിനോയിഡിൻ്റെ ഉള്ളിലുണ്ടാകുന്ന കാന്തിക മണ്ഡലം എന്ന് പറയുന്നത്. അപ്പോൾ സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു കാന്തിക മണ്ഡലം നമ്മൾ വരച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നോക്കാം. അടുത്തത് പറയുന്നത് ഇതാ സോളിനോയിഡ് ആണ്. സോളിനോയിഡിനെ കുറിച്ച് പറയുമ്പോൾ ഇതാ സോളിനോയിഡിന് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്കൊരു മാഗ്നറ്റിന് ചുറ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കാണാൻ പറ്റും. തമ്മിലുള്ള ബന്ധം നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് രണ്ടും ഏകദേശം സെയിം ആണ്. അതായത് ഒരു സോളിനോയിഡ് ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫീൽഡും ഒരു ബാർ കാന്തത്തിന് ചുറ്റുള്ള കാന്തിക മണ്ഡലവും സെയിം ആയിട്ടാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ കാന്തം ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോളിനോയിഡ് ഉപയോഗിക്കാൻ പറ്റും. അതായത് കാന്തത്തിനൊരു നോർത്തും സൗത്തും ഉണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഒരു സോളിനോയിഡിനും നോർത്തും സൗത്തും ഉണ്ടായിരിക്കും. എങ്ങനെയാണ് ഒരു സോളിനോയിഡിൻ്റെ നോർത്തും സൗത്തും കണ്ടെത്തുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം വരുന്നത്. അപ്പോൾ സോളിനോയിഡിൻ്റെ നോർത്തും സൗത്തും കണ്ടെത്താനും വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. പോസിറ്റീവിൽ നിന്നും നെഗറ്റീവിലേക്ക് കറണ്ട് പോകുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഈ ഒരു ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്നോ ഇതിൽ ഒരു സൈഡിൽ നിന്ന് ഈ ഒരു സോളിനോയിഡിനെ നോക്കുന്നു. അപ്പോൾ ആ ഒരു സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും, ഒരു സർക്കിളായിരിക്കും കാണാൻ പറ്റുക. ഈ ഒരു സർക്കിളിൻ്റെ ബാക്കിലായിരിക്കും അടുത്ത റിങ് ഉണ്ടാവുക. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക ഈ ഒരു സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ. ആ സമയത്ത് കറണ്ട് പോകുന്നത് ഒന്നെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും, ഒന്നെങ്കിൽ കറണ്ട് പോകുന്നത് ഈ ഒരു ഡയറക്ഷനിലേക്ക് ഉള്ളോട്ടായിരിക്കും പോകുന്നുണ്ടാവുക, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ഡയറക്ഷനിലേക്കായിരിക്കും ഉള്ളോട്ട് പോകുന്നുണ്ടാവുക. അപ്പം നമ്മൾ ഈ ഒരു ഡയറക്ഷനിലേക്ക് നോക്കി കഴിയുമ്പോൾ നമ്മൾ ഈ സൗത്തിനെ നോക്കി കഴിയുകയാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ സൗത്ത് ആയിരിക്കും അല്ലെങ്കിൽ നോർത്ത് ആയിരിക്കും എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സൗത്ത് എസ് എന്നും എൻ എന്നും എഴുതുന്നു. എസിൻ്റെയും എന്നിൻ്റെയും അറ്റങ്ങളിൽ നമ്മൾ ആരോ മാർക്ക് വെക്കുന്ന സമയത്ത് എസിൻ്റെ ഡയറക്ഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഒരു ഡയറക്ഷനും ഇത് പോകുന്നത് ഇങ്ങനെയായിരിക്കും. ഇത് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്, അതായത് ഈ ഒരു ഡയറക്ഷൻ. അപ്പോൾ കറണ്ട് പോകുന്നത് ഇങ്ങനെയാണെങ്കിൽ ആ ഭാഗം സൗത്ത് ആയിരിക്കും. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഈ സൈഡിൽ നിന്നാണ്. ഈ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് കറണ്ട് പോകുന്നതെങ്കിൽ ഈ ഭാഗം സൗത്ത് ആയിരിക്കും. ദെൻ അഥവാ ഇനി കറണ്ട് പോകുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങനെയാണെങ്കിൽ ഈ നോർത്തിൻ്റെ ഡയറക്ഷൻ ആയിരിക്കും. നോർത്ത് പോകുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. അപ്പോൾ ഇത് നോർത്തായിരിക്കും. ആൻറ്റി ക്ലോക്ക് വൈസിലാണ് പോകുന്നതെങ്കിൽ ആ സൈഡ് നോർത്തും, അല്ലാന്നുണ്ടെങ്കിൽ അത് സൗത്തും ആയിരിക്കും. ഇങ്ങനെയാണ് നമുക്ക് ഈ ഒരു സോളിനോയിഡിൻ്റെ സൗത്തും നോർത്തും കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് സോളിനോയിഡും ബാർ കാന്തവും നമുക്ക് മാറ്റി ഉപയോഗിക്കാൻ പറ്റും. ബാർ കാന്തം ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ നമുക്ക് സോളിനോയിഡ് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല ബാർ കാന്തത്തിനേക്കാളും കുറച്ചുകൂടി എഫക്റ്റീവാണ് നമുക്ക് ഈ ഒരു സോളിനോയിഡ് ഉപയോഗിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സോളിനോയിഡിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തി നമുക്ക് കൂട്ടാനും കുറക്കാനും പറ്റും. സോളിനോയിഡിൻ്റെ ഒരു സ്ട്രെങ്ത് കൂട്ടാനും കുറക്കാനും പറ്റും. കറണ്ട് കൂടുന്ന സമയത്ത് കൂടുതൽ ശക്തിയുള്ള ബാറ്ററി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ശക്തിയുള്ള ഒരു സോളിനോയിഡ് നമുക്ക് കിട്ടും. രണ്ടാമത്തത് പക്ഷേ ഈ ഒരു കാര്യം നമുക്ക് കാന്തത്തിൽ ഉപയോഗിക്കാൻ കഴിയും. കാന്തത്തിൻ്റെ ശക്തി കൂട്ടാനും കുറക്കാനും കഴിയില്ല. രണ്ടാമത്തത് ഇതിൻ്റെ ശക്തി നമുക്ക് നിലനിർത്താൻ പറ്റും. എത്രത്തോളം കാലം കറണ്ട് ഉണ്ടോ അത്രത്തോളം കാലം ഈ ഒരു സോളിനോയിഡ് നിലനിൽക്കുന്നു. പക്ഷേ ഈ ഒരു ബാർ കാന്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ കാലം കൂടുന്തോറും ഇതിൻ്റെ ഒരു ശക്തി കുറഞ്ഞു വരാനുള്ള സാധ്യതയുണ്ട്. ദെൻ മൂന്നാമത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ബാർ കാന്തത്തിന് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാനും അല്ലാത്ത സമയത്ത് ഓഫാക്കാനും പറ്റും, അല്ലെങ്കിൽ അതിനെ കട്ട് ചെയ്യാനും പറ്റും. ഈ ഒരു ബാറ്ററി ഒഴിവാക്കുക അല്ലെങ്കിൽ സ്വിച്ച് ഉപയോഗിച്ച് കൺട്രോൾ ചെയ്യാനും പറ്റും. പക്ഷേ ഇതിന് നമുക്ക് സ്വിച്ച് ഉപയോഗിച്ചൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതിന് ഓൾവേസ് എല്ലാ സമയത്തും ഇതിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ടായിരിക്കും. ഇങ്ങനെയുള്ള ഒരു പ്രത്യേകതകളും ഈ ഒരു സോളിനോയിഡിന് ബാർ കാന്തത്തിനെ അപേക്ഷിച്ച് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ഒരു സോളിനോയിഡിൻ്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് കൂട്ടാൻ പറ്റും, ഇതിൻ്റെ ഒരു ശക്തി കൂട്ടാൻ പറ്റും എന്നുള്ളത് പറഞ്ഞു. ഇനി എങ്ങനെയാണ് നമുക്കൊരു സോളിനോയിഡിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റുക? നമുക്ക് പല രീതികളുണ്ട്. ഒന്നെങ്കിൽ നമുക്ക് കറണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ശക്തി കൂട്ടാൻ പറ്റും. രണ്ടാമത്തത് ഈ ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിലുള്ള ചുറ്റുകളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു കാന്തത്തിൻ്റെ അല്ലെങ്കിൽ സോളിനോയിഡിൻ്റെ ശക്തി കൂട്ടാൻ പറ്റും. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം പറയാൻ പറ്റുന്നത് ഈ ഒരു കോയിൽ അല്ലെങ്കിൽ ഒരു സോളിനോയിഡിൻ്റെ ഉള്ളിൽ ഒരു പച്ചിരുമ്പ് കോർ അല്ലെങ്കിൽ അയൺ കോർ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചാലും ഇതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാൻ പറ്റും.
അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമുക്ക് സോളിനോയിഡിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞത് വൈദ്യുതിയുടെ കാന്തിക ഫലങ്ങളാണ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് ഒരു സ്റ്റോറി രീതിയിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ആദ്യം നമ്മൾ വൈദ്യുതിയും കാന്തവും തമ്മിലുള്ള ബന്ധം തുടങ്ങി വെച്ച ആൾ ഈസ്റ്റഡിൻ്റെ എക്സ്പെരിമെൻ്റ് ആണ് പറഞ്ഞത്. ഈസ്റ്റഡിൻ്റെ എക്സ്പെരിമെൻറ്റോട് കൂടി നമുക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ കാന്തത്തിന് ചുറ്റും മാത്രമല്ല കാന്തിക മണ്ഡലം ഉള്ളത്, മറിച്ച് ഒരു വയറ് കൂടി കറണ്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു വയറിന് ചുറ്റും കാന്തിക മണ്ഡലം ഉണ്ട് എന്നുള്ള കാര്യം തെളിയിച്ചത് ഈസ്റ്റഡിൻ്റെ പരീക്ഷണത്തിൽ നിന്നാണ്. അതിനുശേഷം നമ്മൾ പറയുന്നത് ഇങ്ങനെ ഒരു കാന്തിക മണ്ഡലം ഉണ്ടെങ്കിൽ അതിൻ്റെ ഷേപ്പാണ് പറയുന്നത്. അതിൻ്റെ ഷേപ്പ് സർക്കുലർ ഷേപ്പാണ്, അല്ലെങ്കിൽ വൃത്താകൃതിയിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ദെൻ അത് കഴിഞ്ഞ് അങ്ങനെ സർക്കുലർ ഷേപ്പിലാണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എവിടുന്ന് എങ്ങോട്ടാണ് എന്നുള്ളതാണ് അടുത്ത പോയിന്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അത് ഒന്നെങ്കിൽ ക്ലോക്ക് വൈസിലായിരിക്കും അല്ലെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിലായിരിക്കും. അത് കാണാനും വേണ്ടിയിട്ടാണ് നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, വലതു കൈ നിയമം ഉപയോഗിച്ചത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒരു കണ്ടക്ടറിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ദെൻ ആ കാന്തിക മണ്ഡലം നമ്മൾ ഒരു സ്ട്രെയിറ്റ് വയറിൽ പറഞ്ഞു കഴിഞ്ഞു. ദെൻ ഒരു ലൂപ്പ്, ഒരു വൃത്താകൃതിയിലുള്ള ഒരു ചാലകത്തിലുള്ള ഉണ്ടാകുന്ന കാന്തിക മണ്ഡലത്തെ കുറിച്ച് പറഞ്ഞു. ദെൻ അറ്റ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് സോളിനോയിഡിന് ചുറ്റുള്ള കാന്തിക മണ്ഡലം. സോളിനോയിഡിന് ചുറ്റുള്ള കാന്തിക മണ്ഡലവും ബാർ കാന്തത്തിന് കാന്തിക മണ്ഡലവും നമുക്ക് സിമിലർ ആണ്, സെയിം ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ബാർ കാന്തം നമുക്ക് എവിടേക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ അവിടെയൊക്കെ നമുക്ക് സോളിനോയിഡ് ഉപയോഗിക്കാൻ പറ്റും. മാത്രമല്ല ബാർ കാന്തത്തിനേക്കാളും നമുക്ക് ഉപയോഗപ്രദമായിട്ടുള്ളത്, കുറച്ചുകൂടി ഉപയോഗിക്കാൻ പറ്റുന്നതാണെന്ത് ഈ ഒരു സോളിനോയിഡ് എന്ന് പറയുന്നത്. ദെൻ സോളിനോയിഡിൻ്റെ ശക്തി എങ്ങനെയൊക്കെ കൂട്ടാൻ പറ്റും എന്നുള്ള കാര്യങ്ങളും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.